ഈ കാണുന്ന സൂര്യകാന്തി പൂ കാണാൻ നിങ്ങൾ വല്ല തമിഴ്നാട്ടിലോ അതല്ല വേറെ എവിടെയോ പോയിട്ടൊന്നും കാണേണ്ടയില്ല. നിങ്ങൾ ഇപ്പം വിസിറ്റ് ചെയ്യേണ്ട ഏക പ്ലേസ് കാസർഗോഡാണ്. കാസർഗോഡ് ഇപ്പം ഇല്ലാത്ത കാര്യങ്ങളില്ല, ഇല്ലാത്ത സംഭവങ്ങളില്ല. ഇപ്പം ഏറെ അറിയപ്പെട്ടൊരു സ്ഥലമായിട്ട് മാറാണ് കാസർഗോഡ്. ഇപ്പം ഏറ്റവും ലാസ്റ്റായി അറിയപ്പെട്ടത് സൂര്യകാന്തി പൂവിൻ്റെ കൃഷിയാണ് കേട്ടോ. ഇപ്പം ഞാൻ പോകുന്ന സമയത്ത് ഏകദേശം അതിൻ്റെ ടൈം കഴിയാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ സംഭവം സൂപ്പറാണ്. കുറച്ച് പെണ്ണുങ്ങൾ കൂടിയിട്ട് ഉണ്ടാക്കിയ ഒരു കൃഷി ആണിത്. ഇത് മാത്രമല്ല, അവിടെ പല കൃഷികളുണ്ട്. അതിനൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. കാരണം സൂര്യകാന്തി പൂ നമ്മളെ തൊട്ടടുത്ത് നമ്മളെ നാട്ടിൽ ഉണ്ടെന്ന് പറഞ്ഞ ഒരു വലിയൊരു സംഭവമാണല്ലേ. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് പോയാണ്. ഇനിയിപ്പം ഏകദേശം അത് കഴിയാറായിട്ടുണ്ട്. ഞാൻ പോകുമ്പോൾ ഏകദേശം 2-3 ദിവസം മാത്രമേ ബാക്കി ഉണ്ടായിട്ടുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നു. കാരണം അവിടെ പൂവൊക്കെ ഇങ്ങനെ താഴോട്ട് അതിൻ്റെ കനം കൊണ്ട് താഴോട്ടായി. ഇനി ഇതിൻ്റെ വിളവെടുപ്പൊക്കെയാണ്. അപ്പം ഇനി അടുത്ത വർഷം മാത്രമേ നമ്മുടെ കൃഷി നമുക്ക് ഇതുപോലെ കാണാൻ പറ്റുള്ളൂ. അപ്പം എന്തായാലും അടുത്ത വർഷം ഇതുപോലെ പൂത്തിട്ടൊക്കെ ഉണ്ടായിട്ടുണ്ടാവട്ടെ. അതുപോലെ തന്നെ എല്ലാവരും അടുത്ത വർഷം നമ്മുടെ സ്വന്തം കാസർഗോഡ് വന്നിട്ട് ഇതൊക്കെ വിസിറ്റ് ചെയ്ത് കാണാം. അടിപൊളിയാണ് നമ്മുടെ സൂര്യകാന്തി പൂവിൻ്റെ കൃഷി. ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ കാസർഗോഡ് ചട്ടഞ്ചാല പെട്രോൾ പമ്പിൻ്റെ ബാക്ക് സൈഡായിട്ട് വരും. ഒരുപാട് ആൾക്കാർ വന്നിട്ട് ഇതിനെ വിസിറ്റ് ചെയ്തിട്ട് കുറേ വീഡിയോസും ഫോട്ടോസും എല്ലാം എടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. അത്രക്കും അടിപൊളിയാണ്. നിങ്ങൾ ഈ പൂ കണ്ടാൽ അറിയാം എങ്ങനെയാണ് അത്ര വലുതായിട്ട് നമുക്ക് സൂര്യകാന്തി കൃഷി ഈ അടുത്തായിട്ടൊന്നും എവിടെയും കാണാൻ പറ്റിയിട്ടില്ല. അത്രക്കും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാം. വീഡിയോ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.